വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെ പരിപാടി എന്താ പറഞ്ഞാ നമ്മളെ പരിപാടി ഇന്ന് നമ്മള് പെരുന്നാളാണ്. പെരുന്നാൾ സന്ദേശം കൊടുത്ത നമ്മളെ കാണികൾക്ക്. പെരുന്നാൾ സന്ദേശം എങ്ങനത്തെ സന്ദേശം കൊടുക്കണ്ടേ? നല്ലൊരു മെസ്സേജ്. അപ്പോൾ പെരുന്നാളൊക്കെയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, അപ്പം കൂടുതൽ ആളുകളും നോമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള പെരുന്നാളാണ് എല്ലാവരും മെയിൻ പെരുന്നാളായിട്ട് കാണല്, അല്ലേ വാസല? കാരണം എന്താ വെച്ചാൽ നോമ്പൊക്കെ നോറ്റി ആ ഒരു പടച്ചോൻ്റെ മാർഗത്തിലൂടെ നടന്നു കണ്ട് പിന്നെ ആ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്ത് കണ്ടുള്ള ആ ഒരു പെരുന്നാളാണ് സാധാരണ എല്ലാവരും കണ്ടിന്യൂ ചെയ്യൽ. പക്ഷെ കൂടുതൽ ആളുകളും ആ ഒരു നോമ്പിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നാശാവും. പിന്നെ അടുത്ത നോമ്പാവട്ടെ എന്ന് കാത്തുക്കും. അതിന് കാത്തു നിൽക്കാതെ നിങ്ങൾ ആ ഒരു നോമ്പിന് നന്നാവില്ല ബാസിൽ മറ്റേ പണ്ട് റീലിൽ പറഞ്ഞ പോലെ അടുത്ത നോമ്പ് വരെ നിങ്ങൾ നിസ്കാരം കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പടച്ചോൻ്റെ ദീനിയായ മാർഗത്തിലൂടെ നടക്കുക. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങളോട് ഓർമ്മിക്കാനുള്ളത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ പടച്ചോൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെല്ലാവരും മൈൻഡിൽ വെക്കുക, അല്ലേ? ഹർഷ എന്താ എനിക്ക് പറയല്ലേ? അല്ലേ? അതെ. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആർഭാടങ്ങളോ സെലിബ്രേഷൻസോ ഒന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് ഒരു യാത്ര തിരിക്കുകയാണ്. വയനാട്ടിലേക്കൊരു യാത്ര, ഒരു ചെറിയൊരു കുടിലേക്ക് നമ്മൾ ഇന്നൊരു 7 ആൾക്കാർ താമസിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. താമരശ്ശേരി എന്താണ്? താമരശ്ശേരി എത്താ? താമരശ്ശേരി എന്താണ്? നിങ്ങൾ താമരശ്ശേരി എത്തിക്കണെന്നാ പറഞ്ഞേ. ഞങ്ങളെന്താ കാട്ടണ്ടേ? ഓക്കെ പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലേക്ക് ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളെ ചെക്കന്മാർ അനാനും ഷാനും ഇവലൊന്നും ഇല്ല, സങ്കടമുണ്ട്. ചെക്കന്മാർ ഖത്തർക്ക് ട്രിപ്പ് പോയി കേട്ടോ. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വന്നതിൻ്റെ ശേഷം നമ്മളൊരു വലിയ ട്രിപ്പ് പ്ലാൻ ആക്കണമെന്നുണ്ട്. പക്ഷെ പെരുന്നാളായതുകൊണ്ട് ആ ഒരു കാരണം ഞാൻ പേരോട് പറഞ്ഞു ഞാൻ എല്ലാ പെരുന്നാൾക്കും നാട്ടിലുണ്ടാവില്ല. അപ്പോൾ പെരുന്നാൾക്ക് ഒരു ട്രിപ്പ് പോകുന്നത് ഒരു മനസ്സിലൊരു നൊസ്റ്റാൾജിയ സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ പോയിൻ്റെ സാധനം. അപ്പോൾ അത് നമ്മൾ ഇന്നും പോകണം എന്നുള്ളൊരു ആശയം ഞാൻ ഉത്ഭവിച്ചു. അപ്പോൾ എല്ലാവരും അത് കേട്ടുകൊണ്ട് ഇന്ന് നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഓണാക്കിക്കൊണ്ട് നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. നമ്മളെന്ന് വെച്ചാൽ ഒരാഴ്ച പ്ലാൻ ആക്കിയൊന്നും നടക്കില്ല, തലേ ദിവസം പ്ലാൻ ആക്കിയോ ഒന്ന് നടക്കും. ഇതിപ്പോ ഇന്നലെ രാത്രി നമ്മള് ഇവരെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ പ്ലാൻ ആക്കിയതാ. പക്ഷെ ഇനി ഒരാഴ്ച മുമ്പ് പ്ലാൻ ആക്കിയോ അത് നടക്കൂല. ഇനി എത്ര ഇതാണെങ്കിലും അത് നടക്കൂല. എല്ലാ ട്രിപ്പും അങ്ങനെ കേട്ടോ. പെരുന്നാൾ ട്രിപ്പ് എന്നല്ല, ഏത് ട്രിപ്പ് ആയിക്കോട്ടെ സ്പോട്ടിൽ പ്ലാൻ ആക്കണം. കൊറേ മുമ്പ് പ്ലാൻ ആക്കിയല്ലേ പ്രശ്നം. ചില ആളുകൾക്ക് ഇതിന്ന് എങ്ങനെ ഒയ്യാന്നില്ല ആലോചിക്കാനുള്ള സമയം കിട്ടും. ആടാ അതായത് ഇപ്പൊ ഒരു മാസമൊക്കെ ഗ്യാപ്പ് ഇട്ടു സ്കീം ഇടാനൊരു സമയം ഉണ്ടോ അവിടെ. ഇതെന്താ വെച്ചാല് സമയമല്ല. ഇന്നലെ രാത്രി പറഞ്ഞ് ഇന്ന് വൈകുന്നേരം പോകാന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഓക്കെ പറയാം. അപ്പൊ തന്നെ ബുക്ക് ചെയ്ത് റിസോർട്ടൊക്കെ ഒരു സമയം തന്നില്ല. അതായത് ഇല്ലെങ്കിൽ ചിലപ്പോ എന്താ പോരുന്ന ആൾക്കാർ കാരണം ഉണ്ടാക്കും. എന്നാൽ തന്നെ നമ്മളെ കൂട്ടത്തിൽ പലരും പല കാരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, മുങ്ങിയിട്ടുണ്ട്. അതെ, പല കപ്പിൾസും പെണ്ണ് കെട്ടിയ ആളുകളാണ്. അതെ, പെണ്ണ് കെട്ടിയിട്ട് ഞങ്ങളെ ചാമ്പ്യ ഒരുത്തൻ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. രണ്ടാണ്. ഒരാളത് പുതിയതാണ് പറഞ്ഞിട്ട് പുതിയതാകുമ്പോ അങ്ങനെ വീട്ടിൽ കൂടെ ഒക്കെ പോണമല്ലോ, എല്ലാരും വീട്ടിൽ കൂടെ. അങ്ങനത്തെ ഒന്ന്. രണ്ടാമത്തെ എന്താ വെച്ചാല് എന്താണ് ഉമ്മ കോയിനെ അറുത്തിക്കണ്. എന്താണ് നാടൻ കോയിനെ അറുത്തിക്കണേ. അപ്പൊ അതിന്റെ രക്തം അവിടെ തറമെന്ന് കളയാനുണ്ട്, പിന്നെ അതിനൊന്ന് കേക്ക് കുളിപ്പിക്കാനുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ന്യായങ്ങൾ, മുടന്ത് ന്യായങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളിൽ നിന്ന് സ്കൂട്ടാവുന്ന ചില യുവാക്കൾ ഞങ്ങളുടെ ഗാംഗിലുമുണ്ട്. അപ്പോൾ ആ യുവാക്കൾക്കെതിരെയാണ് ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോകാനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. ആ യുവാക്കൾ നമ്മൾ മൈൻഡ് ചെയ്യണില്ല ആക്ച്വലി. കല്യാണം കഴിഞ്ഞ ബാസിൽ മാത്രമേ ഉള്ളൂ. അതെ, കാരണം ഓനെ നശ്വ വിട്ട് കാണും, അതുകൊണ്ടാണ്. അത് ഞാൻ പറയണ്ടോ, അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. നശ്വനെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയാൽ ബാസിൽ കഴിഞ്ഞ ഏതോ ജന്മത്തിൽ വന്ന് പുണ്യം ചെയ്തേക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോട്ടെ, പോയിക്കോളൂ. നിങ്ങൾ ചെക്കന്മാരെ ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട ടൈമാണ്, നിങ്ങൾ എൻജോയ് ചെയ്തു. കാരണം എല്ലാവർക്കും അറിയാം ഒരു 30 വയസ്സ് വരെ ഒക്കെ, ഒരു 30-32 വയസ്സ് വരെ ഉള്ളൂ കമ്പനി അടിച്ച് നടക്കുക എല്ലാവരും. മാക്സിമം ഞാൻ പറഞ്ഞു കേട്ടോ. ആ 32 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഫാമിലി, കുട്ടികൾ, മറ്റേ ഫ്യൂച്ചർ, അങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്ന ഒരു ടൈമൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിന് നമ്മൾ ചെങ്ങന്മാരെ പോകുന്ന ടൈമിന് ഭാര്യമാർ മുടന്തായിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിൽ നശ്വ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ് ബാസിൽ. കാരണം അങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടിയതിൽ നശ്വ ഒരു ചോക്ലേറ്റ്
ഇത്രയും ഒരാൾക്ക് നമ്മള് കൊടുക്കലില്ല അങ്ങനെ. അതെ ഞാൻ പേഴ്സണലി അങ്ങനെ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് അസറും അതെ തീരെ കൊടുക്കില്ല. അപ്പൊ നമ്മള് ബാക്കിയുള്ളവര് അത് പറഞ്ഞിട്ടോ അസലെ, ബാക്കിയുള്ളവരെ വണ്ടിത്തെ അവസ്ഥ പറഞ്ഞതാ. ബാക്കി ഇനി നമ്മളെ കൂടെ വേറെ വണ്ടി ഉണ്ട്. അപ്പൊ ആ വണ്ടിയില് പിന്നെ അതായത് സീന ആൾക്കാരാണ്. ഒന്ന് നിയാല്, ഒന്ന് സൽമാന്, ഒന്ന് സൈക്കോ, ഒന്ന് ജസീമോ. ഈ 4 ആൾക്കാരാണ് വേറെ വണ്ടിയില്. അതിപ്പോ നമ്മള് നാട്ടിലില്ല ഇത്ര ആൾക്കാരുള്ളൂ. പിന്നെ ജിംഷാന് ഒഴിവാക്കാൻ പറ്റാത്തൊരു വർക്ക് ഉണ്ട് പിന്നെ എറണാകുളത്ത്. അപ്പൊ ജിംഷാനും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ട്രിപ്പിൽ പോരാൻ പറ്റില്ല. ഇനി മറ്റവരൊക്കെ വന്നിട്ട് ഇനി എല്ലാവർക്കും പാടെ വേറെ സാധനം പോകട്ടെ. ഇതിപ്പോ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി പ്ലാൻ ആക്കി ഇല്ലോലെ വെച്ചോട് പോകും പറഞ്ഞു. അതിൽ ഇല്ലോലെ വെച്ചോട് പോവാണ് ഇപ്പൊ. അതിൽ കൂടണ കൂടാതൊന്നും നമ്മള് എന്ത് ചെയ്തില്ല. ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ആക്കി തുടങ്ങിയിട്ട് ഒരു മാസമായിക്കണം. എന്താ വെച്ചാൽ എല്ലാവർക്കും തിരക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ട്രിപ്പിന്റെ ഒരു കാര്യം കേട്ടോ. അപ്പൊ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പൊ നമ്മള് പോണം കേട്ടോ സറോ. നമ്മള് പോണത് നമ്മള് നേരെ വയനാട്ടിലേക്കാണ് നമ്മള് പോണത്. വയനാട് ഏതാ സ്ഥലം നിനക്ക് കറക്റ്റ് അറിയില്ല. വയനാട് വൈത്തിരിയാണ് നമ്മള് പോകുന്നത്. നബീലാണ്. അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ കടന്നുറങ്ങേണ്ടി വരും. നബീലിന്റെ പ്ലാനിങ് ഒക്കെ അങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഡിന്നർ ആയിക്കാരം കിട്ടുക. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല, ഡിന്നറിന്റെ പറഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കിട്ടുക. അങ്ങനത്തെ കുറെ പ്ലാനിങ്ങിന്റെ ആളാണ് നബീല്. എടാ ഞാൻ പ്ലേ ബട്ടൺ എടുക്കാൻ മറന്നു. നമുക്ക് സെറ്റ്. എല്ലാരും ചോദിക്കണ്ട്. കാരണം എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ 100K അതിന്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് അതുപോലെ എല്ലാരും കടിയെന്ന് അൺബോക്സ് ചെയ്തതിന്റെ ശേഷം ബാക്കി വ്ളോഗ് ഷൂട്ട് ചെയ്യണം എനിക്കുണ്ട്. ഒരു 3 മാസമായി കൊണ്ട് നടക്കുന്നത്. അതെ ഇതുവരെ ഇനി ഓല് വന്ന ഉടനെ ഫസ്റ്റ് പണിയാണോ എല്ലാരും വന്നിട്ട് നമ്മള് ഓപ്പൺ ചെയ്യുന്ന അൺബോക്സിംഗ് വ്ളോഗ് വരുന്നതായിരിക്കും. അതെ നമുക്ക് ആനാനെ കൊണ്ട് പൊട്ടിച്ചാനേ അതിന്റെ ഉള്ളില് നമുക്ക് വേറെ എന്തൊരു സാധനം ഇട്ടാണ്ട് പ്ലേ ബട്ടൺ മാറ്റിച്ചാണ്ട് ചെയ്താലോ. പ്രാങ്കാക പൊളിക്കും. പാമ്പിന് കടിച്ചാത്ത വിഷമില്ലാത്ത പാമ്പിനെ കൊണ്ടുവരാ അവിടെ ബോധം കെട്ട് പോകുക. പാമ്പൊന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സാധനം. റിമോട്ടിന്റെ സാധനം ഉണ്ട്. അങ്ങനെ ഇളകി കളിക്കൂല, തുറക്കണോട് കൂടി റിമോട്ടിനെ വെക്കാം. അങ്ങനെ പടയോ മനസ്സിലായി. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഐഡിയകൾ. അർച്ചിയിലെടുത്തോ അർച്ചിയാണ് ഞങ്ങളെ കൂട്ടത്തിലെ ടെക്നോളജി ബോയ്. ടെക്കി നമ്മളെ ടെക്കിയാട്ടോ അർച്ചി. അർച്ചിയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ടെക്കി അർച്ച്. അത് നേരടാ സുഹൃത്തുക്കളെ, നമ്മള് ഈ യൂട്യൂബ് ചാനലൊക്കെ നമ്മള് തുടങ്ങിക്കണെങ്കിലും അതിന്റെ പണി ഫുള്ള് വരല അർച്ചിക്കാണ്. അപ്പൊ ഞങ്ങളെല്ലാരും യൂട്യൂബ് അർച്ചിന്റെ ലാപ്പിലുണ്ട് ലോഗിൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നാലോ തംബ്നെയിൽ മാറ്റേണ്ടി വന്നാലോ ടൈറ്റിൽ മാറ്റേണ്ടി വന്നാലോ അർച്ചിയാവുന്ന ചെയ്താ നമ്മൾ ബ്ലോഗ് എടുക്കണതിന്റെ ഇടയിലേ ഏതെങ്കിലും ആൾക്കാർ ഡിസ്കാളെ ഞങ്ങളെ മുന്നിൽ കൂടെ പോകും. എന്നിട്ട് ഓര് വിളിച്ചു പറയും അത് ഞങ്ങളെ ഫേസ് പെട്ടിക്കണേ അല്ല പെരീന്നൊക്കെ പറയാതെ ഇറങ്ങിയ മക്കളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യും പ്ലീസ്, ഞങ്ങൾ അറിയാതെ പെട്ടിക്കണൊക്കെ പറയണ്ട. ആകെ സ്വീപ്പ് ആകും. പിന്നെ വ്ളോഗ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അർച്ചിനോട് വിളിച്ചോണ്ട് കട്ട് ചെയ്യാറ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാറുണ്ട് അല്ലേ അർച്ചിയ? അല്ല കാരണം നമ്മളെ വ്ളോഗ് കൊണ്ട് കുറെ ആൾക്കാരെ കല്യാണം നടന്നുണ്ടോ? കൊറേ നിരവധി അനവധി കല്യാണങ്ങൾ പല സ്ഥലത്തും നമ്മള് കേൾക്കലുണ്ട്. അപ്പൊ ഇനി കല്യാണം നടക്കാൻ വേണ്ടിട്ട് ഇഞ്ഞാരോ കൽപ്പിച്ചിട്ട് ഞങ്ങളുടെ CCTV എല്ലായിടത്തും ഉണ്ട്. അതായത് ഇന്നാളൊരു സംഭവം അല്ലേ ഇതേമാതിരി രണ്ടാളെ നമ്മളെ വ്ളോഗിൽ കണ്ടിട്ട് പിന്നെ പെരക്കാരെന്ത് ചെയ്ത് കാര്യങ്ങൾ സ്പീഡാക്കി പിടിച്ച് കെട്ടിച്ച് പെട്ടെന്ന് നിക്കാതെ കടത്തി താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചിനി ഞങ്ങളെ കല്യാണം നടന്നത്. അപ്പൊ നിങ്ങളെല്ലാരും കല്യാണത്തിന് വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു പേടിയോടെ വ്ളോഗ് കണ്ടില്ലല്ലോ. അവതരിപ്പിച്ചപ്പോ 2 പേരിലും പ്രശ്നമില്ല, പരിപാടി പെട്ടെന്ന് നടന്ന്. അപ്പൊ നിങ്ങളെല്ലാരും കല്യാണത്തിന് നിർബന്ധമായിട്ട് വരണം. നിങ്ങളാണ് ശരിക്കും നമുക്ക് കൈ പിടിച്ചത്. പിന്നെ ഇപ്പൊ വാപ്പല്ലോണ്ടോ വേണ്ട. അപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതെ കൽപ്പിച്ചുകൂട്ടി ഇതിന്റെ മുന്നിൽ കൂടെ ആരാക്കുക. എവിടെയാലും എടുക്കണ്ടാലും നടക്കുകയാണെങ്കിൽ താല്പര്യമില്ലാത്ത മൂല കൂടെ പോവുക. പിന്നെ വിളിച്ചാണ്ടാവും പ്ലീസ് സീനാണ് കുടുംബ പ്രശ്നം. അതെ അതെ അതെ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അർഷിയാത കുട്ടിക്ക് സ്നാപ്പ് ആയിട്ടുണ്ട് അതിന്റെ ക്യാപ്പില്.
കൊറേ സ്നാപ്പ് സ്നാപ്പ് ഇടുന്നുണ്ടോ? എനിക്ക് ആ സാധനമില്ല. ഇതെന്താ കിട്ടുന്നത്? എനിക്ക് സ്നാപ്പ് എന്താ വെച്ചാൽ മെമ്മറീസ് സ്നാപ്പ് ഇടലുണ്ട്. സ്നാപ്പ് ഇല്ല. എന്റെ ആപ്പ് തന്നെ അല്ല. ഞാൻ മറ്റേ ഇതാണ്, മറ്റേ മൂലകാരനല്ലേ സ്നാപ്പിന്റെ ഏറ്റവും വലിയ സ്നാപ്പ് എല്ലാരും പറയുന്ന കാര്യമാണല്ലോ സ്നാപ്പ് പ്രൈവസിയാണ്. അതിന്റെ സ്റ്റോറി ഇട്ടില്ലേ? അതായത് ഫ്ലൈറ്റ് പോയപ്പോ ഒരുത്ത ഇപ്പൊ ഈ എനിക്ക് മെസ്സേജ് അയക്കണേ എന്റെ ഫ്ലൈറ്റിൽ ഞാൻ ബോംബെ വെച്ചിരിക്കുന്നില്ല സാധനം. അത് അങ്ങനെ ഇപ്പൊ ഇവന് ഫ്ലൈറ്റ് പോണവന് അവന്റെ ഫ്രണ്ട് അയച്ചാണല്ലോ ഏതോ ഫ്ലൈറ്റ് വൈഫൈ ഏതോ ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഇതിന് സൈഡിൽ കൂടെ പട്ടാളക്കാരൊന്നും ഇങ്ങനെ നിന്നല്ലോ. എന്നിട്ട് ഓന് ആ ഫ്ലൈറ്റ് പിന്നെ റിട്ടേൺ ഇറക്കി. എന്നിട്ട് അതിന്റെ പൈസ ഫുള്ള് ഇവനെ കൊണ്ട് ഫൈൻ അടുപ്പിച്ചിട്ട് അതിന്റെ ചെലവൊക്കെ എന്താ ചെയ്തല്ലേ ഫ്ലൈറ്റ് പോകുമെന്ന് പറയണ്ടേ? കാരണം എന്താ വെച്ചാല് പ്രൈവസി സ്നാപ്പ് പ്രൈവസി അല്ല, അത്ര പ്രൈവസി അല്ല പറഞ്ഞത്. ഏതൊരു അല്ല ചിലപ്പോ ഫ്ലൈറ്റിന്റെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾക്ക് കിട്ടും. അതിപ്പോ ഐഫോൺ പറയണ്ടല്ലോ എത്ര പ്രൈവസി. സ്നാപ്പ് പ്രൈവസി അല്ല ബാസിലെ. സ്നാപ്പ് എന്താ വെച്ചാല് എല്ലാ സ്നാപ്പ് നല്ല ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിന്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മളെല്ലാ ഡീറ്റെയിൽസ് എത്തും, അതെല്ലാം എത്തും. സ്നാപ്പിന്റെ പ്രൈവസി എന്താ വെച്ചാല് അത് വൺ ടൈം ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒരു അറ്റത്ത് ഇതിന്റെ ഒന്നും ആക്സസ് ഓലടുത്ത് ഇല്ലാതെ ഈ പരിപാടികൾ മുന്നോട്ട് പോലല്ലോ. കാരണം അല്ലെങ്കിൽ ഓല കുടുങ്ങുന്ന കേസല്ലേ. ഈ IP അഡ്രസ് വെച്ചിട്ട് എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇജിപ്പോ ഇന്റെ വരുന്ന വൈഫൈ കണ്ടത് ഞാൻ കുറച്ച് ഹാക്ക് ചെയ്യാൻ അറിയുന്ന ആളാണ്, എനിക്ക് ഇങ്ങനതൊക്കെ ഇതാക്കാം. എന്നാലിപ്പോ ഹനാനും മറ്റേ എന്താ ഇതിന്റെ ഇനാഗുറേഷന് പോയിന് ഹാക്കിങ്ങിന്റെ എന്താ അപ്പൊ മൂപ്പര് അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യാൻ പറഞ്ഞു. കണക്ട് ചെയ്ത് മൂപ്പര് ഓന്റെ ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അതായത് ഫോണില് ക്യാമറ വർക്കിംഗ് അല്ല, പക്ഷെ മൂപ്പര കമ്പ്യൂട്ടറില് ആ ക്യാമറ കിട്ടുന്നുണ്ട്. ഐഫോണ്. അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം തരും, നമ്മൾ പബ്ലിക് വൈഫൈകൾ കണക്ട് പരമാവധി ഒഴിവാക്കുക. പറ്റും അതായത് അത്ര വൈഫൈ കണ്ടെങ്കിൽ ഓൽക്കണ നഷ്ടം. ഇപ്പൊ ഹനാന് ഓല് കാണിച്ചു കൊടുത്ത എന്താ വെച്ചാല് ക്യാമറ ഓൺ ആവാതെ, അതായത് ഓന്റെ ഫോണിന്റെ സ്ഥലത്ത് വെച്ചിരിക്കണേ, പക്ഷെ ആ ഫോണിന്റെ ക്യാമറ വെച്ചാണ്ട് ഒരു ഫോട്ടോ എടുക്കണം അപ്പുറത്ത്. അതായത് അത് ചിലപ്പോ നമ്മള് ബെഡ്റൂമിലേക്ക് കയറാം അല്ലെ. അതായത് അങ്ങനെയുള്ള പല മിസ്യൂസുകൾ എന്ത് ചെയ്യാണ്ട് അതില് വരാന് സാധ്യത ഉണ്ട്. അപ്പൊ പിന്നെ ശ്രദ്ധിക്കുക, എല്ലാരും ശ്രദ്ധിക്കുക. അതായത് നമ്മള് പബ്ലിക് വൈഫൈകൾ കണക്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഈ വരുന്ന എഴുത്തുകൾ കംപ്ലീറ്റ് പലരും ഒരു 90% ആളുകൾ ഇത് വായിച്ചു നോക്കലില്ല, എഗ്രി അടിച്ച് അങ്ങനെ വിടും. VPN ഓൺ ആക്കണത് ഇവിടെ ക്യാപ്കട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ആകെ VPN ഓൺ ആക്കണത്. പക്ഷെ അതൊരു ഭയങ്കര അപകടമാണ് അല്ലേ. അപകടമായോണ്ടല്ലേ ഇന്ത്യക്കാർക്ക് ഇപ്പൊ ക്യാപ്കട്ട് ഒന്ന് ഓൺ ആക്കി തന്നിനി. അല്ല അത് ഇല്ലാത്തോണ്ടാണ് ഇത് VPN ഓൺ ആക്കി ചെയ്യണത്. പക്ഷെ അപ്പൊ ഇവിടെ ഹാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ചൈനക്കാരായിട്ടുള്ള പ്രശ്നത്തിനായി ചൈനന്റെ അതേമാതിരി ഇപ്പൊ ആപ്പിള് ഫുള്ള് ഇതാണ് പറയണ്ടല്ലോ പ്രൈവസി. പക്ഷെ ഇന്റെ തുണക്കാരുണ്ട്, ഓനെ കാണാൻ എന്റെ അതേപോലെയാണ്. ഞങ്ങൾ രണ്ടാളും ഏകദേശം ഫേസ് ഇത് ഓനും കണ്ട ഗ്ലാസ് വെച്ചിക്കണേ. ഇന്ത്യയും ഓന്റെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കും. എന്ത് സെക്യൂരിറ്റി പിന്നെ അതിലുള്ള എന്ത് ഡിറ്റക്ഷൻ അതിലുള്ള. അപ്പൊ ഇരട്ടാളൊക്കെ ആണെങ്കിൽ പെട്ടല്ലോ. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട രീതിക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇത്ര മാസം കൊണ്ട് നമ്മൾ അതിന്റെ ഫേസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ആരും അങ്ങനെ ചെയ്യില്ല, നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെയ്തോ പിന്നെ അങ്ങനെ പോവല്ലേ. പക്ഷെ എന്നാലും അങ്ങനെ തുറക്കാൻ പാടില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക അത്ര ഇതിൽ ചെയ്യാൻ. ഈ വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങിന് എല്ലാവർക്കും ഉള്ള ഒരു ശ്രദ്ധിക്കൽ വ്ളോഗാണ്. ഒരു കുറെ മെസ്സേജുകളാണ് എല്ലാരും. നമ്മൾ വയനാട് വൈൽഡ് നെസ്റ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നേക്കണേ കേട്ടോ. എടാ എനിക്ക് 10 മണിയായി ബോസ്. സൈക്കോ നീച്ച 10 മണി കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. നീയാലേ നീച്ചോട്ടെ. സൈക്കോ നീച്ച്. എവിടെ നീച്ചേ? അസറോ നീച്ച്. സൽമാനെ മൊത്തം നീച്ച്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചു നീച്ച്. 10 മണി കേട്ടോ. ജസീമേ ശരിക്കും 10 മണിയായി. തമാശ അറിയില്ല, പോവാനേക്കണേ. മുത്ത നീച്ചിട്ടോ
റെഡിയാണ് വിളിച്ചു മാറ്റിയിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാത്തു കേട്ടോ. വളരെ നല്ല അടിപൊളി സ്റ്റേ ആയിന്, കാര്യങ്ങളൊക്കെ അടിപൊളി, നല്ല ബെഡ് ആയിന്, കംഫർട്ട് ഉണ്ടായിന്, ഗൺഫേർട്ട് ഉണ്ടായിന്, സ്പ്രിങ് ബെഡ് ആയിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ച ആ ഒരു ടൈമിന് നീച്ചാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല അടിപൊളി വൈബൊക്കെയാണ്. അല്ല അതുണ്ടാവും, പക്ഷെ ഇവിടെ കിട്ടൂലേ, കക്കാടംപോയിലെ കിട്ടും. ഇപ്പൊ മഴ പെയ്യൂല, മഴ ഒരാഴ്ച പോയിട്ട്. ഞാനൊന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും. എന്നാ പ്രാർത്ഥിക്ക്. ആരാ ലൗഡ് സ്പീക്കർ ഇട്. അപ്പൊ അസുർ പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്യോ നോക്കട്ടെ നമുക്ക്. ഞാൻ എങ്ങനെ ഉണ്ടായി മുത്തേ നല്ല രാത്രി? നിങ്ങളപ്പോ 5 മണിക്ക് ഉറങ്ങിയത്? എടാ ചെങ്ങായി, ഞാൻ പറയണത് വെച്ചാൽ ഞങ്ങള് ഇന്നലെ നിങ്ങള് പോയേക്കന്നെ കടന്നു വീട്ടില്. അപ്പൊ ജസീം എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാല്, ജസീം ഒരു ഫോൺ കോളിൽ പെട്ടു. അപ്പൊ എന്താ സ്വാഭാവികമായിട്ടും. പിന്നെ നിഹാൽ എന്ത് ചെയ്തു, ചാറ്റിങ്ങിൽ പെട്ടു. കുഴപ്പമില്ല, പോട്ടെ, ഒക്കെ പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോണ്ട് സൽമാന് മറ്റേ എറുമ്പൊക്കെ മറ്റേ ഇതാക്കൂല, ചുരുണ്ടിരിക്കൂല, പല പുയറിനെ നമ്മള് തൊട്ട് കഴിഞ്ഞാൽ പുയറെ ചുരുണ്ടു, അതേമാതിരി ചുരുണ്ട് കണ്ട് വിളിച്ചിട്ടുണ്ട് ഫോണില്. അപ്പൊ ഓരൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കടക്കാലെടുത്തിട്ട് ഞാൻ ഓരോ ഫോൺ വിളി അയ്യോളൂ ഒരു 5 മണി വരെ വെയിറ്റ് ചെയ്തു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു, ഞാൻ വെയിറ്റ് ചെയ്തു. ഇല്ല, ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും ഫോൺ വിളി എന്റെ ചെവിന്റെ ഒരു സൈഡില് റൈറ്റ് ചെവിന്റെ അവിടെ ഒരു ഭാഗത്ത് 2 പേര്, മറ്റേ ഭാഗത്ത് 2 പേര്, 4 പേര് ഇനി 2 സൈഡിലും ഒരു കടന്നിരുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വളരെ നബീലിന്റെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തോ ഞങ്ങളുടെ ആരും കണക്ട് ആയില്ല. എങ്ങനെ എന്റെ വൈഫൈ മാത്രം ഓട്ടോമാറ്റിക് കണക്ട് ആണ്? എങ്ങനെ വൈഫൈ നോക്കിയപ്പോ ആദ്യത്തെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പൊ തന്നെ ഞങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ ഓട്ടോമാറ്റിക്. മുമ്പ് ഇവിടെ വരാത്ത ഒരാളോ വൈഫൈ ഒരിക്കലും അങ്ങനെ ഓട്ടോമാറ്റിക് ടീഷർട്ട് മറിച്ചാട്ട് എന്തായാലും. അപ്പൊ സംഭവം നമ്മള് നീച്ചിക്കണ ഉച്ചക്കാണ്. അർശി വിളിച്ചിനി എന്നല്ല, അർശി വേറെ കോള് പെട്ടിനി. ആയതേനി ഒതുകത്തിന്റെ അർച്ച ഒരു ബാക്കിണ്ട്. അത് പിന്നെ ഫുഡ് റിലേറ്റഡ് കോളുകൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അത് നട്ടപ്പാതിരക്കായാലും ഒരു സെക്കൻഡ് വിളിച്ചു വെച്ചിട്ടുണ്ടായി. ഇറച്ചി സ്റ്റോക്ക് ചെയ്തേക്കാണോ? പക്ഷെ ബോട്ടില്ല അവിടെ പേരില്. നമുക്ക് ചെന്നിട്ട് ബോട്ട് അടിക്കണ സാധനം ഉണ്ടാവില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു കൊടുത്താ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുള്ളത് അല്ലേ, നല്ല അപ്പം ഉണ്ടായിനി, മുട്ടക്കറി ഉണ്ടായിനി. ഇപ്പൊ കറി മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ മുട്ട. ആദ്യം ഫസ്റ്റ് ആണ്. ഞാൻ 6 മണിക്ക് 1 മുട്ട എടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഓരോ മുട്ട. എല്ലാവർക്കും ഓരോന്നും ഉണ്ടായില്ല. അപ്പൊ അടിയിൽ വന്ന് ആരെ 2 മുട്ട എടുത്ത്, ആരുടെ 2 മുട്ട എടുത്ത്? അപ്പൊ ആരോ ഒന്ന് എടുത്തു. ഞാൻ ആളുമ്പോ 2 വിചാരിച്ചു. ആളുമ്പോ ഒന്നാണേ പൂരി ഉണ്ട്. എടപ്പൊട്ട പൂരിയല്ല, ഇത് ബാജി കറി. ഇത് പൂരിയല്ല, ഇതിനെന്താ പറയാ? എടാ ഇത് പൂരിയാണ്. പോടാ, ഇത് പൂരിയാണ്. ഇതിന് വേറെ പേരുണ്ട്. എന്ത് പേര്? പേരറ്റ് കിട്ടുന്നുണ്ടോ? അപ്പൊ സുഹൃത്തുക്കൾ നമ്മളുള്ളത് വൈൽഡ് നെസ്റ്റ് റിസോർട്ടിൽ അല്ലേ? വൈൽഡ് നെസ്റ്റ് റിസോർട്ടിലാണ്, വയനാട് അല്ലേ? വയനാട് എവിടെയാണ്? മേപ്പാടി അല്ലേ? വയനാട് മേപ്പാടി കഴിഞ്ഞ് കുറച്ചുകൂടി പോന്നാല് അടിപൊളി റിസോർട്ടാണ്. കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഫാമിലി കപ്പിൾസ് ഒക്കെ പറ്റും കേട്ടോ. നല്ല റിസോർട്ടാണ്. ചെക്കന്മാർക്കാണെങ്കിൽ ചെക്കന്മാർക്കും പറ്റും കേട്ടോ. കാരണം അവിടെ ബാസ്കറ്റ് ബോള് അല്ലേ, ഫുട്ബോള് എല്ലാം കളിക്കാമല്ലോ. കോർട്ടുകള്, ഷട്ടില്, ഗെയിംസ് കളിക്കാമല്ലോ, കോർട്ടൊക്കെ ഉണ്ട്. ഞാൻ എന്താ പരിപാടി സുഹൃത്തുക്കളെ? അപ്പം നമ്മൾ പൂളി ചാടാൻ പോകണം. ഇതിപ്പോൾ റംബുട്ടാൻ ഉണ്ടാവുണ്ടല്ലോ, പക്ഷെ ചെറുതാണ് കായ്. പ്രോപ്പർട്ടി കാണിച്ചിട്ടില്ല, പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്ക്. അർഷീൻ്റെ അടുത്തുണ്ട്. ആദ്യം നീച്ചുള്ളത് തന്നെ 2 ബാസ്കറ്റ് ബോള്,
2 കൊട്ടയ്ക്ക് ഇടുക പന്ത്. കൊട്ടയ്ക്ക് ഇട്ടിട്ടാണ് നമ്മളെ പരിപാടികൾ സ്റ്റാർട്ടാണ്. ഒരു ബലേനോ റൈഡിങ് ആണ് നമുക്ക് വന്നിരുന്നത്. 2 ബലേനോ റൈഡേഴ്സ് ക്ലബിന്റെ വകയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ട്രിപ്പ്. അതാണ് നമ്മളെ പ്രോപ്പർട്ടി കേട്ടോ. ഗ്യാസ് ബലേനോ വന്നു, പെട്രോൾ ബലേനോ. അതായത് എന്താ പറയുക, ഫാമിലി ഗാദറിങ്ങും കാര്യങ്ങളൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. കാരണം അത്യാവശ്യം നല്ല മുറ്റവും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു കോട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇവലൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ടേജ് കൂടെ വന്നു. സൽമാനെ എപ്പോഴാ ഇത് പൊട്ടിച്ചണ്ടേ? യൂട്യൂബിൻ്റെ കുളിച്ചുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, സൽമാൻ്റെ അൺബോക്സിങ് 3 വ്ളോഗ് ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട്. ഒന്ന് നബിലിൻ്റെയിലുണ്ടാവും, ഒന്ന് സൽമാൻ്റെയിലുണ്ടാവും, ഒന്ന് ഇതിലും ഉണ്ടാവും. അപ്പോൾ ഒരു അൺബോക്സിങ് വ്ളോഗുകളൊക്കെ വന്നാൽ കളിക്കാല പാർക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ആഗ്രഹങ്ങളാണ്, വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ. ഇതേമാതിരി നിരങ്ങണ റൈഡുമ്പോൾ കൂടെ നിരങ്ങുക. ഓ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതിൻ്റെ എന്നാ വാ അറസ്യത്തിനുള്ളിൽ കൂടെ ഒന്ന് കാണിച്ചു തരും ഞങ്ങൾക്ക്. അതായത് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. വാ സൽമാൻ വാ. എങ്ങനെ വരുന്നു കടന്നു വരണേ? ഓ അർശിവാ അമ്മായി. ഓ പെട്ടെന്ന് എത്തല്ലേ? അതെന്താ വീഗാലാണ്ടാണല്ലോ. ചാടി അത് ഇതിലാറ് സെറ്റപ്പിലാണ്. അപ്പം ഇത് ഫ്ലിപ്പ് പ്രാക്ടീസ് ചെയ്യേണ്ട ആളുകൾ ഇവിടെ വരികയെന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകട്ടോ. അത് ഒരേ സമയം 5 കുട്ടികൾക്ക്, 5 മുതൽ 12 വയസ്സ് വരെ. അത് ജമ്പ് ചെയ്ത് ഒരു ആക്ഷൻ എടുക്കാം. ചാടി. അപ്പൊ സുഹൃത്തുക്കളെ, ഓരോരുത്തരായി ഒരാൾ കയറുമ്പോൾ ഒരാൾ ഇറങ്ങി. അപ്പോൾ ബാക്ക് ഫ്ലിപ്പ് ആട്ടോ സൽമാന്. അയനെ നർസി. ആദ്യം ആക്ഷൻ വരുത്തി ജമ്പ് ചെയ്ത് നല്ല ഹൈറ്റ് പോങ്ങ്. എന്താണത്? അതിനെ സാധനം തന്നെ നല്ല ഹൈറ്റ് പോങ്ങ്. വിളിക്കോ? പെരട്ട് വിളിക്കോ? ഒന്നും ചെയ്യല്ലോ, ഒറ്റയ്ക്ക് നീച്ചണം. അപ്പോഴതിൻ്റെ ഒരു നാക്ക്. ഇനി പുതിയ റീല് വരും. ചേട്ടായി വീണതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അല്ല, ചെറിയ വേനുണ്ടാവും. എന്താ പറയുക, ഇങ്ങനെ മടങ്ങി മടങ്ങി എൻ്റെ അതാണ്. തല അതിനുള്ളിൽ കൂടെ പോണം. പറ്റും. ഓ കറച്ച് സൽമാൻ കുറച്ചുകൂടി നീക്കി കൊടുത്താ. കാരണം എന്താ പറയുക, ഇജ്ജി ആടെ എന്നെ കുറച്ചുകൂടി നീങ്ങിയ കാലയമ്മ തൊട്ടു മാറി കൊടുക്ക. നിങ്ങളുടെ ആട് നീളത്തിലാട്. ഈഗോക്കുണ്ട്. അടങ്ങോളൂ. എടാ കുറച്ച് ഇങ്ങോട്ട് വലിച്ചു കൊടുക്ക്. അവിടെ ചാടിക്കോ. ഇതൊക്കെ എന്ത്? അപ്പൊ എങ്ങനെ ഇട്ടാലും ഗോളാണ്.
എങ്ങനെ പൊന്തിച്ചാടിയാലും ഗോളാണ്. ആരൊക്കെ ടീം? ഇവിടെ മൂന്നാൾ നിക്കി. ഞാനിതില് നിങ്ങൾ 3 ടീം, നിങ്ങൾ 3 ടീം. ഓക്കെ, അപ്പൊ നിങ്ങളെ 2 തലക്ക് പോയിക്ക്. ഞാൻ പന്ത് നടുവ് കൂടും. ആദ്യം എത്തുന്നവർക്ക് പന്ത് എടുക്കാം. പോട്ടെ ബാക്ക് പോട്ടെ. എങ്ങനെ അറിയോ? കേറി ഇരിക്കണം. കേറിയാൻ ടൈം ഇരിക്കാനുണ്ടോ? നിക്കാൻ പാടില്ല, ഇരിക്കാനേ പാടില്ല. ഓക്കെ, 3 ഇരിക്കും. ഞാൻ സെന്റർ വെക്കും. കേറിക്ക് ഇരിക്കണം. നിക്കരുത്, ഞാൻ ഇരിക്കണം. ഇമ്മേ കാല് സ്ലിപ്പായി. കേറി ഇരുന്നോ? റെഡിയാണോ? ഞാൻ പറയുമ്പോൾ ഇറങ്ങരുത്. ഞാൻ പറഞ്ഞതിന് മുമ്പ് ചാടിയ ഫൗളാട്ടോ. അല്ല, ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ ചാടാ. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോഴേ ഇടുള്ളൂ. പോരെ? റെഡി, 1 2 3 സ്റ്റാർട്ട്. കണ്ണ് കൈയിട്ട് കളി. കൊറേ സമയം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 5 സെക്കൻഡ് മാക്സിമം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് മാറ്റണം. സൽമാൻ റിസ്ക് എടുത്ത് കളിച്ചിട്ടുണ്ട്. എടാ ഞാലിന് നല്ല അഡ്വാൻറ്റേജ് ആട്ടോ ഹൈറ്റ്. അങ്ങനെ ഇട്ടാലൊക്കെ ഗോളാട്ടോ. കീപ്പർ ഇട്ടാലൊക്കെ ഗോളാണ്. എങ്ങനെ അതിനുള്ളിൽ ആണെങ്കിലും ഗോൾ ആയിക്കാറട്ടോ. ഗോൾ പോസ്റ്റിലാണ് ആൾക്കാരെ പറ്റില്ല. ജസ്റ്റിസ് ഞാനേ എടാ ഓലായില്ല ചാടി. അത് ചാടിട്ടോ. എന്താ കാലായ്മ കുടുങ്ങും. ഞാനൊരു ചാലഞ്ച് തരട്ടെ അസറോ? നിങ്ങളെല്ലാരും ഇവിടെ നിക്കി വള്ളത്തിനടിയിൽ മുങ്ങിക്ക്. ആരാദ്യം പൊന്നണോ? ആദ്യം മരിച്ചു പൊന്നണ ആളാരോ നോക്കട്ടെ. മുരളി ചാടിക്കോ. കറക്റ്റ് സ്പോട്ടാ അസറോ. കിട്ടി അസറോ. കിട്ടും എന്നെ കൊണ്ട് പറ്റും. ചാട് കിട്ടി. അയ്യോ എടാ നിങ്ങൾ വള്ളത്തിനടിയിൽ മുങ്ങിന്നാണ് കൊറേ നേരം. ആരാദ്യം ഒന്ന് നോക്കട്ടെ. ഞങ്ങള് കണ്ടതാ. ഞാല് നിർത്തലിന്റെ മുന്നിൽ എടുത്തു. പിന്നെ ഞാല് പുഷ്പത്തിന് മുന്നിൽ എത്തി. ഒരു പൊടിക്ക് മുന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതാണ് ജയിച്ച്. അല്ലാതെ ഓട്ടം വെച്ചോണ്ട് കളി കഴിഞ്ഞിട്ട് കയ്യറും. ഓ ശയിക്കാണ്ടൊന്നുമില്ല. അപ്പൊ നീ തിരിച്ചെടുക്കാം. കളി കഴിഞ്ഞിട്ടേ കളി കഴിഞ്ഞാല് ജയിക്കുന്നവർക്ക് തോറ്റോല് കയ്യറുക. ഓക്കെ. അപ്പൊ ജയ ഉറപ്പിച്ചു. ഹൈ കോൺഫിഡൻസ് 100%. ഇന്നത്തെ മാസം തൊള്ളൊന്നും ഇടുന്നില്ല. ഇത്രയും പറയാനില്ല. ഞാൻ തൊള്ളില്ല. കഴിഞ്ഞിട്ടാ അപ്പൊ ജാസ്റു മാത്രമേ പ്രോ ഡ്രൈവർ ഉണ്ടോ. അപ്പൊ ഇവർ ആരും ജയിക്കും. നോക്കാം. നമ്മളൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എന്താ വെച്ചാല് മൂപ്പര് എനിക്ക് ഇതിന്റെ ക്ലാസ് എടുക്കാൻ വന്നപ്പോ പറഞ്ഞു ഇവര് ജയിച്ചോട്ടെ. പക്ഷെ ഫസ്റ്റ് ടൈമുള്ള നിങ്ങൾ 2 മത്സരമുണ്ട്. ഞാനും ജസീം. അപ്പൊ ഇതിന് ക്ലാസ് ഊരുണ്ട് ചവിട്ടുമ്പോ ലൂസാവുണ്ട്. ചവിട്ടുമ്പോ ഷൂ ആണ് ഏറ്റവും നല്ലത്. ഷൂ ആണ് ഏറ്റവും സുഖം. കട്ട് കുടുങ്ങണതിന്റെ ഉള്ളില്. അപ്പൊ ഇല്ലേക്ക് ഏറ്റവും നല്ല വണ്ടിയാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. 2 നമ്പർ. 2 നമ്പർ റെഡിയാക്കണ്ടേ.
എന്നാ ബാസിൽ ഞാൻ എടുത്താലോ തോന്നുന്നു 2ാം നമ്പർ ബെസ്റ്റ് വണ്ടി. ബെസ്റ്റ് വണ്ടി ബെസ്റ്റ് ഡ്രൈവറും ഉണ്ട് ഇത് മേടിക്കണത്. അതങ്ങനെയാണ് ഫെറാറി ബെസ്റ്റ്. അപ്പൊ സുഹൃത്തുക്കൾ അത് കുടിച്ചാ അപ്പൊ മത്സരം തുടങ്ങിട്ടോ. മൗണ്ടൈൻ റേസ് ആരൊക്കെ വന്നിട്ടുണ്ട്? അസുറു അർഷി 4 ആള് നിക്കല്. 2 ചെക്കേണ്ടി വരും. ബാക്കിൽ വെക്കേണ്ടി വരും. ദാ ഫുഡ് അർഷേ അപ്പുറത്തോളയിൽ മന്തിണ്ട് കേട്ടോ. അപ്പുറത്തോളയിൽ മന്തിണ്ട്. ബാമിട്ടോളി എടാ അങ്ങനെ. ആ ജസീമ ആരാ ഇപ്പോ? അടുത്തത് ജസീം കാ. ദുബായിൽ നിന്നും തോൽക്കാൻ വേണ്ടി വന്ന ജസീം. ഫ്രണ്ട് കയറിക്കുന്നുണ്ടോ? അരമണിക്കൂർ ഇവിടെ പോട്ടെ. ആരൊക്കെ എവിടെയൊക്കെ നിക്കാന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാർട്ടായി. തീ പോരാട്ടം. ഇതാ അസുറു. ഇത് അവിടെ ഒരു ഇടി എടുക്കാം. മഞ്ഞില്ലേ? ഒരു ഇടി എടുക്കും അവിടെ. മഞ്ഞടിക്കൂട്ടാ. ആ ഇടിച്ച് അർഷി എന്നും ചെയ്യലുണ്ട് പ്രോ ഡ്രൈവിംഗ് കേട്ടോ. ബാസിൽക്ക് ബാക്കോട്ടല്ലേ പോണേ. പമ്പ ഓവർടേക്ക് ബാസിൽ കാണാ. ബാസിൽ കേറടാ. ബാസിൽ കയറി. എടാ ജസീമല്ലേ? ജസീം കേട്ടോ. ജസീം ഓവർടേക്ക്. അതൊരു സീൻ ഡ്രൈവിംഗ്. അല്ല ആരെങ്കിലും ഒരാള് കൂട്ടി വിട്ടു എന്തായാലും. ആ 3 മത്സരം. വണ്ടിക്കല്ല പവർ ഉണ്ടോ? അല്ലേ? നല്ല പവർ ഇല്ല വണ്ടിക്ക്. ഇതിലുണ്ടല്ലോ അർഷിന്റെ അടുത്ത് കയറാം. അർഷിന്റെ അടുത്താന്നോ അർഷേ അടുത്ത ഷോപ്പ്. കേട്ടോ. ചെങ്ങനെ പോയി പിടിക്കോ അസുറു. അതാ സ്റ്റോപ്പ് ആക്കാന്, സ്ലോ ആക്കാന്. ജസീം മത്സരിച്ചിരുന്നു സ്ലോ ആക്കാന്. ബാസിലിപ്പോ കൊണ്ട് കുത്തിച്ചിട്ടോ. അസുർ വൻ മോട്ടർ. അസുർ പറഞ്ഞ പോലെ അസുർ തന്നെ ജയിച്ചോ. ജസീമ ബാക്കിലാണ്. ബാസിലെ വെച്ച് ആര് കേക്കണേ? ഒരു റൗണ്ട് ലീഡിട്ട് ബാസിനെ ഒട്ടിക്കാൻ പോട്ടോ അസുറു. ആ ബാസിലേക്ക് അസുറിനെ ഒട്ടിക്കണു. അർച്ചി. ഓ ബാസിലിക വൻ പ്രോ. ജസീം ഏറ്റവും ബാക്കിലായോ? ലാസ്റ്റ് റൗണ്ട് തോന്നുന്നുണ്ടോ? അത് കരിഞ്ഞ മണക്ക വരുന്നുണ്ട്. ടയർ പൊട്ടാനായി തോന്നുന്നുണ്ട്. എല്ലാരും മുമ്പില് ഇങ്ങനെ കാണുമ്പോ ജസീമ ഫ്രണ്ടിൽ. ഇതിലെ ഏറ്റവും ലാസ്റ്റ് അർഷിയല്ലേ? ഏറ്റവും ലാസ്റ്റ് പാരാ? അർഷ്യ അല്ല ബാസിലിക്കാണ്. അല്ല അർഷ്യ ഇടിച്ചോണ്ട് ബാസിൽ കേറിണ്ട്. ഡ്രൈവിംഗ് കേട്ടോ. എല്ലാരും സീൻ ഡ്രൈവിംഗ്. ജസീം ചെക്കന്മാരൊക്കെ പഠിച്ചു. ജസീം ബ്രേക്ക് തന്നെ കാലക്കൊണ്ടില്ല. ബ്രേക്കോ അതെന്നാത്ത സാധനം. കഴിഞ്ഞിട്ടോ അസുറിന്റെ കഴിഞ്ഞ്. ഹർഷിക്കുഞ്ഞുണ്ട്. നമുക്ക് അസുറിന്റെ അടുത്ത് പോയി വെക്കാം. ഹർഷി അപ്പൊ അസുർ ഫസ്റ്റ്. പിടി ഒരു കൈയൊടിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. അസുറോ ഇനി അസുറുവിന്റെ മാസം ഉണ്ടാവും കേട്ടോ. കൈയെടുക്ക അസുറോ.
എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഒരു ലാബ് മുന്നിലാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മിനിച്ചിന്റെ അരിച്ചിലേക്കാണ് ഞാൻ നൈസായിട്ട് പോയല്ലോ. അർഷി കൊടുങ്ങാൻ കാരണം എന്താ അർഷിങ്ങൾ ഇടിച്ചെന്റെ നിങ്ങൾ രണ്ടാളും ഇടിച്ചോണ്ടാണ് അർഷായിട്ട് കയറ്റി. ഏറ്റവും സെയിം ഡ്രൈവിംഗ് ആരെയും നിഹാല് പറഞ്ഞത് ശരിയാ, അത് കൊടുത്ത വണ്ടി നീങ്ങണില്ല. ഓ ഇത് ഞങ്ങള് ഇവനെ വന്നിരിച്ചേ സെക്കൻഡാ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ വാക്ക് പാലിച്ച് ഞാൻ ഫസ്റ്റിലേക്കുണ്ട്. ഇനി എനിക്കെന്താ വെച്ചാൽ ഞാൻ തുല്യത ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ബസ്സിൽ മേലെ കയറും തുല്യത ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ഫസ്റ്റ് ആണ് ഷെയർ ചെയ്യാൻ മാത്രല്ല നമ്മള് നേരത്തെ കൊടുത്തു. തോറ്റിട്ട് കേറില്ലേ? അല്ല നമുക്ക് തുല്യത നമ്മള് തുല്യത ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങള് ഫസ്റ്റ് നബിയിൽ കൊടുക്കില്ല. ഞങ്ങള് തുല്യത ആഗ്രഹിക്കുന്ന പോയി. അപ്പൊ എന്തായാലും നമ്മള് അപ്പൊ വാ പറയട്ടെ ഞാല് വാ പറഞ്ഞോ. അപ്പൊ ഗൈസ് സംഭവം ശരി തന്നെയാണ്. കേരളാസ് ബിഗ്ഗസ്റ്റ് ഗോ കാർട്ടിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷെ അല്ല ഇവിടെ ഇത് പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ ശരിക്കും ഒരു ഗോ കാർട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ച് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. റിയൽ ഹോണസ്റ്റ് റിപ്ലൈ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. കാരണം അതിന് മാത്രമല്ല സെറ്റിങ്സും സെറ്റപ്പ് ഒന്നും ഇല്ല. കാരണം ഒരു ടയർ പൊട്ടിയിട്ട് തന്നെ മാറ്റാനും വേണ്ടി രണ്ട് കളി പിന്നെയും കളിപ്പിച്ചു വേറെ ടീമിനെ. എന്നിട്ടാണ് ടയറൊക്കെ മാറ്റുന്നത്. അത് പൊട്ടട്ടെ എന്നുള്ള മൂഡിലാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ഗോ കാർട്ടിങ് റിയൽ സാധനം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക ഹൈലൈറ്റ് പോകുക. അത് ടോപ്പാണ്. കാരണം എന്താ വെച്ചാൽ അതൊരു മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസ് സീന്. അതെ കുട്ടികളെ നമ്മളടി കൂടെ വിടുന്നത്. അത് കുട്ടികളാണ് ഇങ്ങനെ സ്പീഡിലായിട്ട് പോകുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ നല്ല സീനാവും ചെയ്യും. അപ്പൊ നിങ്ങൾ ഗോ കാർട്ടിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മനസ്സറിഞ്ഞ് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോവാം. വയനാട്ടിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ കയറിക്കോളി. അല്ലാതെ അതിനായിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്തായാലും വ്ളോഗ് ഇതാക്കിയോ. അപ്പൊ കാരണം എല്ലാ വണ്ടികളും കറക്റ്റ് അല്ല. ഇത് കൊടുത്ത് നീങ്ങി പോണെന്നുണ്ടെങ്കിൽ എത്ര നേരം സത്യം എനിക്ക് കിട്ടിയ വണ്ടി ഞാൻ പറയില്ല. ഷെയറിംഗ് ഒക്കെ കടന്നാടില്ല. ലാസ്റ്റ് ഞാൻ തന്നെ അല്ലാതെ നോക്കി നമുക്ക് അറിയാത്തോണ്ടല്ല. ഇയാളെന്ത് ചൂടാവണ് അരച്ച് എന്നിട്ട് നമുക്ക് അറിയാത്തോണ്ടൊന്നല്ല. പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇനി എന്താ നമ്മളെ പ്ലാന്? ഇനി എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് നോക്കി നോക്കാം.